ഇന്ന് ആധുനിക വിജയനഗര സാമ്രാജ്യ ശില്പി കൃഷ്ണദേവരായരുടെ ജന്മദിനം. ചരിത്രത്താളുകളിൽ ഇന്നും പ്രകാശിക്കുന്ന ഒരു നാമം. വിജയനഗര സാമ്രാജ്യത്തെ സുവർണ യുഗത്തിലേക്ക് നയിച്ച മഹാരാജാവ് അദ്ദേഹമാണ് കൃഷ്ണദേവരായർ. ക്രിസ്തുവർഷം 1509 മുതൽ 1529 വരെ വിജയനഗര സാമ്രാജ്യം ഭരിച്ച കൃഷ്ണദേവരായർ ശക്തമായ ഭരണകൂടവും അജയ്യമായ സൈന്യവും ജനക്ഷേമം മുൻനിർത്തിയ ഭരണനയങ്ങളും കൊണ്ട് ഭാരത ചരിത്രത്തിൽ സ്വന്തം സ്ഥാനമുറപ്പിച്ച ഭരണാധികാരി. യുദ്ധഭൂമിയിൽ ധീരനും രാജ്യഭരണത്തിൽ നീതിമാനുമായിരുന്ന ഈ രാജാവ് ഡക്കാനിലെ സുൽത്താൻമാരെയും മറ്റു ശത്രുക്കളെയും വിജയകരമായി നേരിട്ടു. കൃഷ്ണദേവരായർ ഒരു യോദ്ധാവ് മാത്രമല്ലായിരുന്നു, അദ്ദേഹം ഒരു സാഹിത്യസ്നേഹിയും പണ്ഡിതനുമായിരുന്നു. തെലുങ്ക് സാഹിത്യത്തിലെ മഹാകൃതി ആമുക്തമാല്യത അദ്ദേഹത്തിന്റെ രചനയായിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ട 8 പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. അതിൽ ഒരാളായിരുന്നു തെന്നാലിരാമൻ. കലയ്ക്കും സാഹിത്യത്തിനും സുവർണകാലം സമ്മാനിച്ചു കടന്നുപോയ ഭരണാധികാരി. ഇന്ന് ലോക പൈതൃക കേന്ദ്രമായി അറിയപ്പെടുന്ന ഹംപി നഗരം വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് പ്രമുഖ സാംസ്കാരിക കേന്ദ്രവും വ്യാപാര കേന്ദ്രവുമായി ഹംപി മാറി. കർഷകരുടെ ക്ഷേമം, ജലസേചന സംവിധാനങ്ങൾ, ക്ഷേത്ര നിർമ്മാണം, വാണിജ്യ വികസനം തുടങ്ങിയ എല്ലാ മേഖലയിലും കൃഷ്ണദേവരായർ ദീർഘദർശിയായ ഭരണാധികാരിയായിരുന്നു. ജനങ്ങളുടെ രാജാവ്, കലയുടെ രക്ഷകൻ, ചരിത്രത്തിലെ സുവർണനാമം. കൃഷ്ണദേവരായരുടെ ജന്മദിനത്തിൽ ഈ മഹാനായ ഭരണാധികാരിയെ ആദരവോടെ ഓർക്കാം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം.